സ്റ്റുഡൻസ്, അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഘർ പേഡ് ഓർ താരെ കെ യാദ് ആണ്. ഇതൊരു ലോക് കഥയാണ്. മംഗ്ലേഷ് ഡബ്രാലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോ നമുക്കിത് എന്താന്ന് നോക്കാം. ഉത്തരി ധ്രുവ് കെ പഡോസ് മീം ജോ ദേശ് ഹെ ഉനേം ഫിൻലാൻഡ് ബി ഹെ. അതായത് നോർത്ത് പോളിലുള്ള നെയ്ബറിംഗ് ആയിട്ടുള്ള ദേശങ്ങളിൽ അവിടെ ഫിൻലാൻഡും ഉണ്ട്. ഉസ്കി സീമായെ റൂസെ മിൽത്തി ഹെ. അതിന്റെ ബോർഡേഴ്സ് റഷ്യയുമായി കൂടിച്ചേരുന്നു, അല്ലെങ്കിൽ റഷ്യ അതിന്റെ ഒരു ബോർഡറാണ്. കരീബ് 200 साल पहले ഫിൻലാൻഡ് കോ യുദ്ധമേ ബഹുത്ത് നുക്സാൻ ഹുവ. അതായത് ഒരു 200 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമാണ്. 200 വർഷങ്ങൾക്ക് മുന്നേ ഫിൻലാൻഡിൽ ഒരു യുദ്ധം ഉണ്ടാവുകയും അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഷെഹറോം കോ ജലാദിയ, അതായത് ടൗണുകളെല്ലാം തന്നെ കത്തിപ്പോവുകയാണ് ഉണ്ടായത്. ഫസ്ലേം നഷ്ട ഹോഗയി, ക്രോപ്സ്, അവിടെ ഉണ്ടായിരുന്ന ക്രോപ്സ് എല്ലാം തന്നെ നഷ്ടമായി. ഹസാറോം ലോക് മാരേഗയെ, അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ഹസാറോം മോത്തോം കെ ബാദ് കൈ ബീമാരിയോ ഫേൽഗി. അങ്ങനെ ആയിരക്കണക്കിന് മരണങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരുപാട് അസുഖങ്ങൾ അവിടെ മുഴുവനും പടർന്നു. ഹസാരോം ലോഗ് അപ്നെ ഘരോം കോ ചോഡ്കർ ജാനെ കെ ലിയെ മജ്ബൂർ ഹോ ഗയെ. ആയിരക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടതായി വന്നു. കുച്ച് ലോഗോം കോ ദുഷ്മൻ കി സേന പക്കഡ്കർ ലേഗെ. കുറച്ച് ആളുകളെ ശത്രുക്കളുടെ സൈന്യം പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ബഹുത് സെ പരിവാരോം മേ മാതാ പിതാ ഓർ ബച്ചെ ബി അലഗ് അലഗ് ഹോഗി. ഒരുപാട് കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും കുട്ടികളും എല്ലാം തന്നെ സെപ്പറേറ്റഡ് ആവുകയും വേർപിരിഞ്ഞു പോവുകയും ചെയ്തു. लोग वापस आए तो उन्हें जले हुए घरों और फसलों के अलावा कुछ भी नहीं मिला. അതായത് ഈ പലായനം ചെയ്തു പോയ ആളുകളെല്ലാം തിരിച്ചെത്തിയപ്പോൾ അവർക്ക് ജലേഹുയെ, അതായത് കത്തിയെരിഞ്ഞ വീടുകളും വിളകളും അല്ലാതെ മറ്റൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. ഉന്നെ ബഹുത് മെഹനത്ത് കർക്കെ ഫിർ സെ അപ്നെ ഘരോം കോ ബനായ. അവർ വീണ്ടും അധ്വാനിച്ച് വീണ്ടും പുതിയ വീടുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഫസ്ലോ മുഗായി, വിളകൾ കൃഷി ചെയ്തു. ഓർ ലോഗോം കെ ലോട്നെ കാ ഇന്തസാർ കർനെ ലഗെ. തങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ ആളുകൾ തിരിച്ചു വരുമെന്ന് കരുതി അവർ കാത്തിരിക്കാൻ തുടങ്ങി. യഹ് കഹാനി ഉസി ദോർ കി ഹെ. ഈ കഥ ആ ഒരു സമയത്തെ ഉള്ളതാണ്. യുദ്ധ കെ ദൗരാൻ ഏക് ഭായി ഓർ ഉസ്കി ബഹൻ ഘർ സെ ബിഛുട് ഗയെ. യുദ്ധത്തിന്റെ സമയത്ത് ഒരു സഹോദരനും സഹോദരിയും തങ്ങളുടെ വീട്ടിൽ നിന്നും വേർപിരിഞ്ഞു പോയി. ഭായി 8 साल के थे और बहन 6 साल के. അതായത് സഹോദരൻ 8 വയസ്സും സഹോദരിക്ക് 6 വയസ്സുമാണ് ഉണ്ടായിരുന്നത്. വേ ഏക് ദൂർ ദേശമേം പਹੁഞ്ച. അവരൊരു പുതിയ ദേശത്ത്, വളരെ ദൂരെയുള്ള മറ്റൊരു ദേശത്താണ് എത്തിപ്പെട്ടത്. വഹാം ഉനെ ഘർ കി ബഹുത് യാദ് ആതി തി. അവിടെ അവർക്ക് തങ്ങളുടെ വീടിനെ കുറിച്ച് ഒരുപാട് ഓർമ്മ വന്നിരുന്നു. വേ ഇതനെ ഛോട്ടെ ഥേ കി ഉനെ വാപസ് ലോട്നെ കി രാസ്ത പത്താ നഹി താ. അവർ എത്ര ചെറുതായിരുന്നു, കാരണം അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള വഴി പോലും അറിയില്ലായിരുന്നു. ഉൻകെ പാസ് പഡോസ് കെ ലോഗ് ബഹുത് ബലെ തെ. അവരുടെ അടുത്തുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ വളരെ നല്ല മനുഷ്യരായിരുന്നു. വേ ഉൻകി ദേഖ്ഭാൽ കർനെ ലഗെ. അവർ ഇവരെ പരിപാലിക്കാൻ തുടങ്ങി. കുച്ച് സാൽ ബീത്തെ ഓർ ബച്ചെ ബഡെ ഹോഗെ. കുറച്ച് വർഷങ്ങൾ ശേഷം ഈ കുട്ടികൾ വലുതായി. ലേക്കിൻ വേ അപ്നെ മാതാ പിതാ ഓർ ദേശ് കോ നഹീം ഭൂൽ പായെ. പക്ഷെ അവർക്ക് തങ്ങളുടെ മാതാപിതാക്കളെയും ദേശത്തെയും ഒന്നും തന്നെ മറക്കാൻ കഴിഞ്ഞില്ല. ഉന്നെ ആംഗൻ മേം ഖഡേ സനോബർ കെ പേട് കെ ബി യാദ് ആതി തി. അവർക്ക് തങ്ങളുടെ മുറ്റത്ത് നിന്നിരുന്ന പൈൻ വൃക്ഷത്തെ എപ്പോഴും ഓർമ്മ വരുമായിരുന്നു. ജിസ് പർ ഹർ സുബഹ് ദോ പക്ഷി ബേട്കർ ഗാത്തെ തെ. ആ പൈൻ വൃക്ഷത്തിൽ എല്ലാ ദിവസവും 2 പക്ഷികൾ ഇരുന്ന് പാട്ട് പാടുമായിരുന്നു. और रात में उसकी शाखाओं के बीच एक चमकीला तारा दिखाई देती थी. അതുപോലെ തന്നെ രാത്രി ആവുമ്പോൾ പൈൻ വൃക്ഷത്തിന്റെ ഇലകളുടെ ഇടയിലൂടെ നല്ല തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കാണാമായിരുന്നു. ഏക് ദിൻ ഖബറായി കി അബ് ഫിൻലാൻഡ് മേം ശാന്തി ഹൈ. ഒരു ദിവസം ഒരു ന്യൂസ് വാർത്ത വരികയാണ്, ഫിൻലാൻഡിൽ ഇപ്പോൾ ശാന്തമാണ്. ഓർ ഘരോം കോ ബിഛുടെ ലോഗ് ലോട്ട് സക്തെ ഹൈ. അതേപോലെ വീട്ടിൽ നിന്നും വേർപിരിഞ്ഞു പോയവർ എല്ലാവർക്കും തന്നെ തിരിച്ചു വരാമെന്നും ഒരു വാർത്ത വരികയാണ്. ഖബർ ആയി കി അബ് ഫിൻലാൻഡ് മേം ശാന്തി ഹൈ. ഓർ
ഖെറോം സെ ബിച്ച്ഡെ ലോഗ് ലോട്ട് സക്തെ ഹെ. ഒരു ദിവസം ഒരു ന്യൂസ് അല്ലെങ്കിൽ വാർത്ത വരികയാണ്, ഫിൻലാൻഡിൽ ഇപ്പോൾ ശാന്തമാണ്, അതേപോലെ വീട്ടിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും തിരികെ എത്താം. ഭായ് ബഹൻ കോ ലഗാക്കി ഉനേം ബി ഘർ ലോട്ട്ന ചാഹിയെ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും തോന്നുകയാണ് അവർക്കും തിരികെ തങ്ങളുടെ വീട്ടിലേക്ക് എത്തണം. ഉന്നോനെ അപ്നെ ദേഖ്ഭാൽ കർനെ വാലെ അഭിഭാവകോം സെ ഇസ്കി അനുമതി മാങ്കി. അതായത് തങ്ങളെ പരിപാലിച്ചിരുന്ന തങ്ങളുടെ രക്ഷകരായ ആളുകളോട് അവർ ഇതിനായി അനുമതി ചോദിച്ചു. അഭിഭാവകോനെ ഹസ്ते हुए कहा, पता है तुम्हारे देश यहाँ से कितने दूर है और कैसे पहुंचेंगे. അപ്പോ അഭിഭാവകം, അതായത് ഈ രക്ഷകരായ മനുഷ്യർ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ദേശം ഇവിടെ നിന്നും എത്ര ദൂരമാണ്, നിങ്ങൾ അവിടെ എങ്ങനെ എത്തും? ബച്ചോനെ ജവാബ് ദിയ, ഹം കിസി തരഹ പहुंचाएंगे. അപ്പൊ കുട്ടികൾ ഉത്തരം പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കോളാം. ഭലേ ഹി ഹമേ ബഹുത് ദിനോൻ ലഗ് ജായേ. ഞങ്ങൾക്കറിയാം അതിന് ഒരുപാട് ദിവസം വേണ്ടി വരുമെന്നും ഞങ്ങൾക്കറിയാം. അപ്പൊ അഭിഭാവകം ने कहा, यहाँ तुम्हारे पास घर कपड़े भोजन और दोस्त सब कुछ है. അപ്പൊ ഈ രക്ഷകരായ മനുഷ്യർ പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ കയ്യിൽ വീടുണ്ട്, വസ്ത്രങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാം ഉണ്ട്. തുമാരെ ദേശ് മേം അഭി ബഹുത് ഗരീബി ഓർ അഭാവ് ഹെ. നിങ്ങളുടെ രാജ്യത്തിൽ ഇപ്പോൾ ധാരാളം പട്ടിണിയും ദാരിദ്ര്യവും മാത്രമേ ഉള്ളൂ. വഹാം തുമേ ഭൂഖ രഹന പടേഗ. നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും പട്ടിണി കിടക്കേണ്ടതായി വരും. ഓർ ഖുർദുരെ ബിസ്തർ പർ സോന പടേഗ. അതുപോലെ പരിക്കനായ കിടക്കുകളിൽ കിടന്നുറങ്ങേണ്ടതായി വരും. ഫിർ പതാ നഹി തുമാര ഘർ ബച്ചാ ഹേ യാ നഹി. പിന്നെ ഒരു കാര്യം അറിയില്ല, നിങ്ങളുടെ വീട് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. ഓർ തുമാര മാതാ പിതാ ജീവിത് ബി ഹേ യാ നഹി. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളും ജീവനോടെ ഉണ്ടോ എന്ന് അറിയില്ല. ബച്ചോംനെ കഹാ ഫിർ ബി ഹം ഘർ ജാനാ ചാഹത്താ ഹെ. അപ്പൊ കുട്ടികൾ വീണ്ടും വാശി പിടിക്കുകയാണ്, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുകയാണ്. ഹമേ മാതാ പിതാക്ക് ബഹുത് യാദാത്തെ ഹെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളെ ഒരുപാട് ഓർമ്മ വരുന്നു. ഓർ ഘർ കെ ആംഗൻ മേം ഖഡേ സനോബർ ക്യാ പേട് കി ബി. അതേപോലെ വീടിന്റെ വരാന്തയിൽ നിന്നിരുന്ന ആ പൈൻ വൃക്ഷവും ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അഭിഭാവകോംനെ കഹാ ലേക്കിൻ തും കൈ സാൽ സെ അപ്നെ ഘർ സെ ദൂർ ഹെ. പക്ഷെ നിങ്ങൾ രക്ഷകരായ മനുഷ്യർ പറയുക, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരുപാട് വർഷങ്ങളായി ഇപ്പോൾ ദൂരത്താണ്. തബ് തും യഹാം ആയെ थे तो सिर्फ 8 और 6 साल के थे. നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് വെറും 8 വയസ്സും 6 വയസ്സും മാത്രമായിരുന്നു പ്രായം. തും ജിസ് സടക് സെ ആയേ തെ ഉസേ ഭൂൽ ഗയേ ഹോഗെ. നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് വന്നത്, ആ വഴി ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവാം. തുമേം യഹ് ബി യാദ് നഹി ഹോഗെ കി തുമാരെ മാതാപിതാ കേസെ ദിഖ്തെ ഹെ. നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലും ഓർമ്മയുണ്ടാവില്ല നിങ്ങളുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് കാണാനുള്ളത് എന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഓർ ഫിർ തുമാരെ രാസ്ത കോൻ ബതായേ. അത് മാത്രമല്ല നിങ്ങൾക്ക് വഴി ആരാണ് പറഞ്ഞു തരുന്നത്? ലഡ്കേനെ ജവാബ് ദിയ, മുझे याद है कि मेरे पिता के घर के सामने एक बड़ा सा സനോബർ കാ പേട് था. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അച്ഛന്റെ വീടിന്റെ മുന്നിൽ ഒരു വലിയ പൈൻ വൃക്ഷം നിൽക്കുന്നുണ്ട്. ഹർ സുബഹ് ദോ പ്യാരെ പക്ഷി വഹാം ഗാത്തെ ഹെ. എല്ലാ ദിവസവും 2 സ്വീറ്റ് ആയിട്ടുള്ള പക്ഷികൾ അവിടെ ഇരുന്ന് പാട്ട് പാടും. मुझे यह भी याद है कि रात को पेड़ की शाखाओं के बीच से एक चमकीला तारा ദിഖായി ദേത്താ ഹെ. അതുപോലെ തന്നെ രാത്രിയാവുമ്പോൾ ആ വൃക്ഷത്തിന്റെ ശാഖകളുടെ ഇടയിലൂടെ നല്ല തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെ എനിക്ക് കാണാം. അഭിഭാവകോംനെ കഹാ, ഘർ ലോട്ടെ ഹുയെ തും മുസീബത്ത് മേം ഹി പടോगे. അപ്പോൾ ഈ രക്ഷകരായിട്ടുള്ള മനുഷ്യര് ആ കുട്ടികളോട് പറയുകയാണ്, നിങ്ങളെ വീട്ടിലേക്ക് തനിച്ചു പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളിൽ പോയി ചെന്ന് പെടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് അവരോട് പറയുകയാണ്. इसके बावजूद बच्चों ने घर लौटने की जिद नहीं छोड़ी. ഇതെല്ലാം കേട്ടിട്ടും ഈ കുട്ടികൾ തങ്ങളുടെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ആ ഒരു വാശിയിൽ തന്നെ അവർ നിൽക്കുകയായിരുന്നു. അവർ വീട്ടിലേക്ക് പോകണം എന്നുള്ള ആ ഒരു വാശി അവർ അത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്നെ देश और माता पिता को बोलने उनके लिए അസംഭവ ഹോഗയ. തങ്ങളുടെ ദേശവും തന്റെ മാതാപിതാക്കളെയും മറക്കുക എന്നത് അവർക്ക് അസംഭവ്യമായ ഒരു കാര്യമായിരുന്നു. ഉൻകി രാത്തോ
ഉൻകി രാത്തോം കി നീന്ത് ഉഡ് ഗയി. അവരുടെ രാത്രികളിലെ ഉറക്കം തന്നെ ഇല്ലാതെയായി. രാത് കോ ബായി ബഹൻ സെ പൂछता ക്യാ തും സോ രഹി ഹോ. രാത്രിയായപ്പോ ആ സഹോദരൻ തന്റെ സഹോദരിയോട് ചോദിക്കുകയാണ്, എന്താണ് നീ ഉറങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. ബഹൻ കഹത്തി നെഹി, ഇല്ല ഉറങ്ങിയിട്ടില്ല. മുജെ ഗർ കി യാദ് ആ രഹി ഹെ. അപ്പൊ ഈ പെൺകുട്ടി പറയുകയാണ്, എനിക്ക് എന്റെ വീട് ഓർമ്മ വരുന്നു എന്ന് പറയുന്നുണ്ട്. ബഹൻ ബായി സെ പൂछते ക്യാ തും സോ രഹി ഹോ. അപ്പൊ വീണ്ടും സഹോദരി തന്റെ സഹോദരനോട് ചോദിക്കുന്നുണ്ട്, നീ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ബായി കഹത്ത നെഹി. അപ്പോ സഹോദരൻ പറയും, ഇല്ല. മേം ഗർ കെ ബാരെ മേം സോച്ച് രഹാ ഹും. ഞാനും വീടിനെ കുറിച്ച് ഓർക്കുകയാണ്. ദോനെ തൈ കിയാക്കി ഏക് ദിൻ ചുപ്കെ സെ ഭാഗ് ചലെ. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഒരു ദിവസം ആരോടും പറയാതെ ഇവിടെ നിന്നും ഓടിപ്പോകാം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരെത്തുകയാണ്. കബി ന കബി ഘർ മിൽ ഹി ജായെങ്കെ. എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് നമ്മുടെ വീട് കിട്ടുക തന്നെ ചെയ്യും എന്നവർ തീരുമാനത്തിലെത്തുകയാണ്. ഏക് രാത് ജബ് ആസ്മാൻ മേം ചാന്ദ് ചമക് രഹാ താ. ഒരു രാത്രി അങ്ങനെ ആകാശത്തില് ചന്ദ്രൻ നല്ല ഉദിച്ച് നിൽക്കുകയാണ്. നല്ല നിലാവും ഉണ്ടായിരുന്നു. ദോനോ ബച്ചോനെ അപ്നെ കുച്ച് കപ്പടെ ഇക്കട്ടെ കിയെ ഓർ ചെൽപ്പടെ. രണ്ട് കുട്ടികളും തങ്ങളുടെ കുറച്ച് വസ്ത്രങ്ങളെല്ലാം കിട്ടിയ വസ്ത്രങ്ങളെല്ലാം കയ്യിലെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ചാന്ദ് കി രോഷ്നി മേ രാസ്ത ദിഖായി ദേ രഹാ താ. മൂണിന്റെ വെളിച്ചത്തിൽ വഴി കാണുന്നുണ്ടായിരുന്നു. ആ വഴിയിലൂടെ അവർ നടന്നു നീങ്ങുകയായിരുന്നു. കുച്ച് ദൂർ ചലനെ പർ ബഹൻ ബോലി ബായി ലഗ്താ ഹെ ഹം കബി ഘർ നഹീം പहुंच പായെങ്കെ. കുറച്ചു ദൂരം അങ്ങനെ ചെന്നെത്തി കഴിഞ്ഞപ്പോൾ ഈ സഹോദരി തന്റെ സഹോദരനോട് പറയുകയാണ്, സഹോദര, എനിക്ക് തോന്നുന്നു നമുക്കൊരിക്കലും നമ്മുടെ വീട്ടിലെത്താൻ പറ്റുകയില്ല എന്ന് തോന്നുന്നു. ബായിനെ കഹാ ചെലോ ഹം ഉത്തർ പശ്ചിം ദിശ കി ഓർ ചലത്തെ ഹെ. അപ്പോ സഹോദരൻ പറയുന്നുണ്ട്, വരൂ നമുക്ക് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലൂടെ പോകാം എന്ന് പറയുന്നുണ്ട്. മുझे उम्मीद है कि हम जरूर सरोवर के पेड़ और താരെ കെ പാസ് പहुंच പായെങ്കെ. എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ തീർച്ചയായും നമ്മുടെ പൈൻ വൃക്ഷത്തിന്റെ അടുത്തും അതേപോലെ ആ നക്ഷത്രത്തെയും കാണുമെന്ന്, നക്ഷത്രത്തിന്റെയും അടുത്തെത്തുമെന്നും എനിക്ക് ഉറപ്പുണ്ട് എന്ന് സഹോദരൻ പറയുന്നുണ്ട്. ഉസ് പേड़ के बीच से तारे दिखाई देगा तो समझना कि घर आ गया. ആ വൃക്ഷത്തിന്റെ ഇടയിലൂടെ നമുക്ക് നക്ഷത്രത്തെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, നമ്മുടെ വീട് എത്തിയെന്ന് നീ ഉറപ്പിച്ചുകൊള്ളൂ. दोनों बच्चे हिम्मत के साथ आगे बढ़ गए. രണ്ട് കുട്ടികളും വളരെ ധൈര്യത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. लड़के ने अपने और बहन की रक्षा के लिए बलूते के एक पेड़ के एक अच्छी सी टहनी तोड़कर अपने पास रखी. അതായത് ഈ ആൺകുട്ടി സഹോദരൻ തന്റെ സഹോദരിയുടെയും അവന്റെയും രക്ഷയ്ക്കായി സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ബലൂത്തേക്കെ പേട്, അതായത് ഓക്ക് ട്രീയിൽ നിന്നും की एक अच्छी सी टहनी, നല്ലൊരു ശാഖ അതിൽ നിന്ന് പറിച്ചെടുത്ത് തന്റെ സുരക്ഷയ്ക്കായി തന്റെ കയ്യിൽ വെക്കുകയാണ്. ചലത്തെ ചലത്തെ ഏക് ദിൻ വേ ഏക് ചൗരാഹെ മേ പർ പहुंचा. അങ്ങനെ നടന്ന് അവർ ഒരു നാലും കൂടിയ ജംഗ്ഷനിൽ എത്തുകയാണ്. ഒരു നാലും കൂടിയ ഒരു വഴിയുടെ അവിടെ എത്തുകയാണ്. ഉന്നെ പത്താ നഹി താ കി ആകെ കോൺ സാ രാസ്ത ലേ. മുന്നോട്ടേക്ക് ഏത് വഴിയിലൂടെ പോകുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അച്ചാനക് ഉന്നെ ദോ ഛോട്ടെ പക്ഷിയോം കോ ദേഖ. അങ്ങനെയാണ് പെട്ടെന്ന് അവർ രണ്ട് പക്ഷികളെ കാണുന്നത്. ദേഖ ജോ സടക് കെ കിനാരെ ഏക് പേട് പർ ഗാ രഹേ തെ. ആ പക്ഷികൾ ആ വഴിയുടെ അടുത്ത് തന്നെ ഒരു വൃക്ഷത്തിലിരുന്ന് പാട്ട് പാടുകയായിരുന്നു. ബായ് ബോല യഹ് രാസ്ത സഹി ഹെ. അങ്ങനെ ആ പക്ഷികൾ ഇരുന്ന ആ വഴിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹോദരൻ പറയുകയാണ്, ഇതാണ് ശരിയായ വഴി എന്ന് പറയുകയായിരുന്നു. मैं इस पक्षियों के गीत से जानता हूँ, वे हमारी मदद करने के लिए आए हैं. എനിക്ക് പക്ഷികളുടെ
അവരുടെ ആ സംഗീതത്തിൽ നിന്നും എനിക്കറിയാം അവർ നമ്മളെ സഹായിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബച്ചെ ഉസേ രാസ്തേ പർ ചൽ ദിയെ. അങ്ങനെ കുട്ടികൾ ആ പക്ഷികൾ ഇരുന്ന ആ വഴിയിലൂടെ നടക്കുകയാണ്. പക്ഷി ബി ഉൻകെ സാത്ത് ധീരെ ധീരെ ഉഡാൻ ബർത്തേ രഹെ. അങ്ങനെ ആ പക്ഷികളും ഈ കുട്ടികളുടെ കൂടെ തന്നെ പതുക്കെ പതുക്കെ പറന്ന് മുന്നോട്ടേക്ക് പോവുകയാണ്. ഓർ പേടോ കി ശാഖോം പർ ബേട്ടെ രഹെ. അങ്ങനെ അവരും പറന്ന് ഓരോ മരങ്ങളിൽ ചെന്ന് ഇരുന്ന് അവരെ വഴി കാണിക്കുന്നത് പോലെയാണ്. ബച്ചോനെ पेड़ों से जामुन और बेर और दूसरे जंगली फल तोड़कर अपने भूख मिठाई. അങ്ങനെ ഈ കുട്ടികൾ നടക്കുന്ന വഴിയിലൂടെ ജാമുൻ, പ്ലംസും അതേപോലെ ബെറീസും ബെറി ഫ്രൂട്ട്സും അതേപോലെ ദൂസരെ ജംഗലി ഫൽ അതേപോലെ മറ്റു കാട്ടുപഴങ്ങളും പറിച്ച അവര് തന്റെ വിശപ്പ് അടക്കുകയാണ്. ഓർ ഝർനെ കാ പാനി പിയ. അതേപോലെ വാട്ടർ ഫോൾസിൽ നിന്നുമുള്ള വെള്ളമാണ് അവർ കുടിക്കുന്നത്. इतने लंबे समय तक भटकने से बहन बहुत तक गई थी. ഇത്ര അധികം നേരം ഇങ്ങനെ അലഞ്ഞു നടന്നതുകൊണ്ട് അല്ലെങ്കിൽ വാണ്ടർ ചെയ്ത് നടന്നതുകൊണ്ട് തന്നെ ഈ സഹോദരി ഒരുപാട് ടയേർഡായിരുന്നു. ഉസ്നെ ബായിസെ പൂച്ച ഹമേം അപ്നെ സനോബർ കാ പേട്ട് കപ്പ് മിലേഗ. അവൾ തന്റെ സഹോദരനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് എപ്പോഴാണ് നമ്മുടെ പൈൻ വൃക്ഷം കാണാൻ കഴിയുക എന്ന് ചോദിക്കുന്നുണ്ട്. ബായിനെ കഹ जब हम लोगों को वह ഭാഷ സുനായി ദേഗ ജോ ഹമാരെ മാതാ പിതാ ബോൾത്തെ थे. അപ്പൊ സഹോദരൻ അതിന് ഉത്തരം പറയുന്നുണ്ട്, എപ്പോഴാണ് ജബ് ഹം ലോഗോം കോ വഹ് ഭാഷ സുനായി ദേഗ. നമ്മുടെ മാതാപിതാക്കൾ സംസാരിക്കുന്ന ആ ഭാഷ നമുക്ക് എപ്പോഴാണ് കേൾക്കാൻ കഴിയുന്നത്. ജോ ഹമാരെ മാതാപിതാ ബോൾത്തെ थे. ആ ഭാഷ കേൾക്കാൻ കഴിയുന്ന സമയത്താണ് നമുക്ക് പൈൻ വൃക്ഷവും കാണാൻ കഴിയുക എന്ന് ആ കുട്ടി തന്റെ സഹോദരിയോട് പറയുന്നുണ്ട്. ചലത്തെ ചലത്തെ ജംഗൽ മേ ठंड बढ़ने लगी. അങ്ങനെ നടന്ന് പോവുകയാണ്. ആ സമയത്ത് കാട്ടിൽ മുഴുവൻ നല്ല തണുപ്പാണ്, തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബഹൻ നെ ഫിർ സെ സനോബർ കെ പേട് കെ ബാരെ മേ പൂച്ച. ഈ സഹോദരി വീണ്ടും തന്റെ സഹോദരനോട് ഈ പൈൻ വൃക്ഷത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ബായിനെ ഉസെ തോടാ ധൈര്യ രഖ്നെ കെ ലിയെ കഹ. അപ്പോൾ സഹോദരൻ തന്റെ സഹോദരിയോട് കുറച്ച് ധൈര്യത്തോടും ക്ഷമയോടും ഇരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ധീരെ ധീരെ ഉൻകാ പുരാന ദേശ് ഛൂട്ട് ഗയ. അങ്ങനെ പതുക്കെ അവർ തങ്ങളുടെ പഴയ ദേശം വിട്ട് മുന്നോട്ട് പോവുകയാണ്. ലെഫ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക്, ഓൾഡ് കൺട്രി ലെഫ്റ്റ് ചെയ്ത് അവർ മുന്നോട്ടേക്ക് പോവുകയാണ്. പെഹലെ ജമീൻ സമതൽത്ത. ആദ്യമെല്ലാം ഭൂമി പരന്ന് അതായിരുന്നു. लेकिन अब वे पहाड़ों नदियों और झीलों के देश में आ गए थे. ഇപ്പോഴിതാ അവർ പർവ്വതങ്ങൾ, നദികൾ, തടാകങ്ങൾ എന്നിവയെല്ലാം നിറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ബഹനെ പൂച്ച ബായ് ഹം ഖടി പഹാഡിയോ പർ കേസെ പहुंचेंगे. അപ്പോ സഹോദരി തന്റെ സഹോദരനോട് ചോദിക്കുന്നുണ്ട്, സഹോദരൻ നമ്മൾ എങ്ങനെയാണ് ഈ കുത്തനെയുള്ള കുന്നുകൾക്ക് അപ്പുറം എത്തുക. ബായിനെ ഹിമ്മത് ബഢായി മേ തുമേ ലേ ജാऊंगा. സഹോദരൻ വളരെ ധൈര്യത്തോടെ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. രാസ്തേമേം കുച്ച് നദിയാം ഓർ ശീലാം പടി. അതായത് അവരുടെ ആ വഴികളിൽ കുറച്ച് തടാകങ്ങളും നദികളും എല്ലാം ഉണ്ടായിരുന്നു. ലേക്കിൻ വഹാം ഉനേം നാം മിൽഗെ. പക്ഷെ അവർക്ക് അതെല്ലാം മറികടക്കാനായിട്ട് തോണികൾ കിട്ടിയിരുന്നു, അല്ലെങ്കിൽ വഞ്ചികൾ കിട്ടിയിരുന്നു. ബായ് ബഹൻ കോ ബിഠാക്കർ നാവ് ഖേത്ത രഹ. സഹോദരൻ തന്റെ സഹോദരിയെ ആ തോണിയിൽ ഇരുത്തിയിട്ട് അവൻ തുഴയുകയായിരുന്നു. ദോനോ പക്ഷി भी उनके साथ साथ उड़ान भरते और रुकते रहे. ആ രണ്ട് പക്ഷികളും അപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. एक शाम जब वे बहुत थके हुए थे तो उन्हें कुछ
ജലി ഹുയി ഇമാരത്തോം കോ ദേഖോ. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അവർ വളരെയധികം ടയേർഡായിരുന്നു. ആ സമയത്ത് അവർ കുറച്ച് കത്തിക്കറിഞ്ഞ കെട്ടിടങ്ങളെല്ലാം കാണുകയാണ്. ഉനകെ പാസ് ഹി ഏക് നയാ ഫാം ഹൗസ് ബനാത്ത. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുതിയ ഫാം ഹൗസ് അവിടെ ഉണ്ടായിരുന്നു. രസോയി കെ ദർവാസെ കെ ബാഹർ ഏക് ലഡ്കി സബ്സിയാൻ ഛീൽ രഹി തി. ആ ഫാം ഹൗസിന്റെ അടുക്കളയുടെ വാതിലിനടുത്തായിട്ട് ഒരു പെൺകുട്ടി വെജിറ്റബിൾസ് എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാ ഹമേ ഖാനെ കെ ലിയെ കുച്ച് ദേ സക്തേ ഹെ, ബായിനെ പൂച്ച. അപ്പോൾ ആ പെൺകുട്ടിയോട് ഈ സഹോദരൻ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് തരുമോ എന്ന് ചോദിക്കുകയാണ്. ലഡ്കിനെ ജവാബ് ദിയ ഹാ ആവോ മാ രസോയി മെഹെ. വരൂ, അമ്മ അടുക്കളയിലുണ്ട്. വേ ജറൂർ തുമേ കുച്ച് ദേങ്കി. അമ്മ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും തരും. ബായിനെ ബഹൻ കി ഗർദൻ കോ ബാഹുമേ ലിപ്റ്റായ ഓർ കഹ. സഹോദരൻ തന്റെ സഹോദരിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ക്യാ തുമ്നെ സുന വഹ് ലഡ്കി വഹി ഭാഷ ബോൾ രഹി ഹെ. നീ കേട്ടോ, ആ പെൺകുട്ടി അതേ ഭാഷ തന്നെയാണ് പറയുന്നത്. ജോ ഹമാരെ മാതാപിതാ ബോൾത്തെ നമ്മുടെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന അതേ ഭാഷയാണ് അവരും സംസാരിക്കുന്നത്. അബ് ഹം സനോബർ കെ പേട് ഓർ താരെ കെ തലാഷ് ശുരു കർ സക്തെ ഹെ. ഇനിയിപ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ പൈൻ വൃക്ഷത്തെയും നമ്മുടെ നക്ഷത്രത്തെയും അന്വേഷിക്കാം. ദോനോ ബച്ചെ രസോയി മേം ഗയെ ജഹാം ഉനെ അച്ഛാ ഖാന മില. രണ്ടു കുട്ടികളും ആ കിച്ചണിലേക്ക് പോവുകയും അവർക്ക് നല്ല ഭക്ഷണം കിട്ടുകയും ചെയ്തു. ഉന്നോനെ അപ്നി പൂരി കഹാനി സുനായി. അവർ തങ്ങളുടെ മുഴുവൻ കഥകളും അവിടെ പറഞ്ഞു. ഓർ കഹാ കി ഹമാരെ പാസ് ഗർ കി ഏക് ഹി നിഷാനി ഹെ. തങ്ങളുടെ കയ്യിൽ തങ്ങളുടെ വീടിനായിട്ട് ആകെ ഒരു സൈൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നും പറഞ്ഞു. അതായത് ഒരു സിമ്പൽ, അതായത് തങ്ങളുടെ വീട് കണ്ടുപിടിക്കാനുള്ള ആ ഒരു അവരുടെ കയ്യിലുള്ള അടയാളം. ഉസ്കെ സാമനെ സനോബർ കാ ഏക് പേഡ് ഹെ. അവരുടെ വീടിന് മുന്നിൽ ഒരു പൈൻ വൃക്ഷമുണ്ടെന്നും ഉസ്കി ശാഖാവോ മേം ഹർ സുബഹ് ദോ പക്ഷിയാൻ ഗാത്ത ഹെ. അതിന്റെ ശാഖകളിൽ എല്ലാ ദിവസവും 2 പക്ഷികൾ ഇരുന്ന് പാട്ട് പാടുമെന്നും ഓർ രാത് മേം അനേക് ഉൻകെ ബീച്ച് ഏക് ഖൂബ് ചംകീല താര ദിഖായി ദേത്ത ഹെ. അതായത് രാത്രിയിൽ ആ വൃക്ഷത്തിന്റെ ശാഖകളുടെ ഇടയിലൂടെ നല്ല തിളങ്ങുന്ന ഒരു നക്ഷത്രം കാണാൻ കഴിയുമെന്നും അവർ പറഞ്ഞു. घर के लोगों ने कहा वहां हजारों सनोबर है. അവിടെയെല്ലാം തന്നെ ആയിരക്കണക്കിന് പൈൻ വൃക്ഷങ്ങളുണ്ട്. ഉൻ പർ ഹസാരോം പക്ഷിയാം ഗാത്തെ ഹെ. അതിലെല്ലാം ആയിരക്കണക്കിന് പക്ഷികളും ഇരുന്ന് പാടുന്നുണ്ട്. ഓർ ഹസാരോം താരെ ആസ്മാൻ മേ ചമക്തെ ഹെ. അതുപോലെ തന്നെ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ആകാശത്ത് മിന്നുന്നുമുണ്ട്. തും അപ്നെ ഘർ കേസെ പഹചാനോगे. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ വീട് കണ്ടുപിടിക്കും? ബായ് ബഹൻ ने जवाब दिया, जब हम अपने देश पहुंच चुके हैं तो हमें वह पेड़ भी മിൽ ജായെങ്കെ. ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ഈ ദേശത്തെത്തിയത്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ മരവും കണ്ടുപിടിക്കാൻ കഴിയും എന്ന് അവർ ധൈര്യസമേതം ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. വഹാൻ തക് പहुंचने के लिए 2 പക്ഷി भी हमें रास्ता बताते रहे हैं. ഇവിടെ വരെ എത്താനായിട്ട് കൂടി ഞങ്ങളുടെ കൂടെ ആ 2 പക്ഷികളും ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരാൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ദോനോ ബച്ചോനെ ഇസി തര സഫർ ജാരി രഖ. 2 കുട്ടികളും ഇതേപോലെ തന്നെ തന്റെ യാത്ര തുടർന്നു. ജഗഹ് ജഗഹ് ഗരീബി ഫെലി ഹുയി തി. എല്ലായിടത്തും തന്നെ പട്ടിണിയായിരുന്നു. ലേക്കിൻ വേ ജഹാൻ ജഹാൻ ഗയെ ഉനെ ഖാനെ ഓർ രാത് ബിത്താനെ കെ ലിയെ ജഗഹ് മിൽത്തി രഹി. അവരെവിടെയെല്ലാം പോയോ അവിടെയെല്ലാം അവർക്ക് ഭക്ഷണവും രാത്രി കഴിച്ചു കൂട്ടാനുള്ള സംവിധാനവും അവർക്ക് കിട്ടി. അതായത് രാത്രി കിടന്നുറങ്ങാനുള്ള കാര്യങ്ങളും അവർക്ക് കിട്ടി. ലോക് ഉനെ ബഹുത് സഹാനുഭൂതി സെ ദേഖ്തേ തെ. ആളുകളെല്ലാം തന്നെ അവരെ വളരെ സഹാനുഭൂതിയോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. യഹ് രഹാ ഹമാരാ പേട്. അപ്പോ പെട്ടെന്ന് ആ ആൺകുട്ടി പറയാണ്, ഇതാ നമ്മുടെ മരം എന്ന് പറയുകയാണ്.
ബായി കി ആഖോം സെ ഖുഷി കെ ആസൂം ബഹനെ ലഹെ. അതായത് ആ സഹോദരന്റെ കണ്ണുകളിൽ നിന്നും സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിയാൻ തുടങ്ങി. ഓർ വ ഹമാര താര, അതാ നോക്കൂ നമ്മളുടെ നക്ഷത്രം. ബഹൻ പെഹലെ ഹസി, ആ സഹോദരി ആദ്യം ചിരിച്ചു. ഓർ ഫിർ റോനെ ലഗി, എന്നിട്ട് അവൾ കരയാൻ തുടങ്ങി. വേ ഏക് ദൂസരെ സെ ലിപट गए, അവർ സന്തോഷത്താൽ കെട്ടിപ്പിടിച്ചു. ബായിനെ കഹ യഹ് വഹ് ഖിൽഹാന ഹെ ജഹാം പിതാ കെ ഘോടെ ഖടേ രഹേ തെ. അപ്പോ സഹോദരൻ ഓർക്കുകയാണ്, തന്റെ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. അവൻ പറയുകയാണ്, ഇതാണ് ആ കളപ്പുര, അല്ലെങ്കിൽ ആ ഒരു ബാൺ, അല്ലെങ്കിൽ കുതിരയെ കെട്ടുന്ന സ്ഥലം. അവിടെയാണ് അച്ഛൻ തന്റെ കുതിരകളെ എല്ലാം കെട്ടിയിരുന്നത്. ഓർ യഹ് കുവാ ഹെ ജഹാൻ സെ മവേഷിയോം കെ ലിയെ പാനി ലാത്തി थी. ഇതാണ് ആ കിണർ, ഇവിടെ നിന്നാണ് അമ്മ കന്നുകാലികൾക്കായി വെള്ളം എടുത്തിരുന്നത്. ബഹനെ കഹ, അപ്പോ സഹോദരിയും പറയുന്നുണ്ട്, ഇവിടെ നിന്നാണ് അമ്മ കന്നുകാലികൾക്കായി വെള്ളം എടുത്ത ആ കിണർ എന്നൊക്കെ പറയുന്നുണ്ട്. ബായിനെ കഹ ചലോ ഘർ കെ അന്തർ ചലത്തെ ഹേ, വരൂ. അപ്പോ സഹോദരൻ പറയാണ്, വരൂ നമുക്ക് വീടിന്റെ അകത്തേക്ക് പോവാം. പെഹലെ തും ജാവോ ബഹനെ കഹ, ആദ്യം നീ പോകൂ എന്ന് സഹോദരി തന്റെ സഹോദരനോട് പറയാണ്. മുझे डर लगता है, എനിക്ക് പേടിയുണ്ട്. പതാ നഹി മാ പിതാ ജീവിത് ബി ഹേ യാ നഹി, അറിയില്ല അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അന്തർ കമരെ മേം ഏക് ബൂഢാ ആദ്മി അപ്നെ പത്നി കെ സാത്ത് ബേഠാ താ, അകത്ത് മുറിക്കുള്ളിൽ ഒരു വയസ്സായ ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുമൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. ഓർ കഹ് രഹാ താ, എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, വസന്ത് ഫിർ സെ ആ ഗയേ ഹൈ, അതായത് സ്പ്രിംഗ്, അതായത് വസന്തം ഇതാ വീണ്ടും വന്നിരിക്കുന്നു. പക്ഷി ഗാ രഹേ ഹെ, ഇതാ പക്ഷികൾ പാടുന്നു. ഫൂൾ ജഗഹ് ജഗഹ് ഛാങ് രഹേ ഹെ, അതാ പൂക്കളെല്ലാം അവിടെ അവിടെയായി വിടർന്നു നിൽക്കുന്നു. ലേക്കിൻ ഹമാരെ ദിൽ മേ ഖുഷി കി കോയി ഉമീദ് നഹി ഹെ, പക്ഷെ നമ്മളുടെ മനസ്സിലാണെങ്കിലോ സന്തോഷത്തിന്റെ ഒരു തരിമ്പ് പോലും ഇല്ല. तभी दरवाजा खुला, एक लड़का और एक लड़की अंदर आए और उन्हें खाने के लिए कुछ मांगा. അത് അപ്പോഴാണ് ഒരു വാതിൽ തുറക്കുന്നതും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അകത്തേക്ക് വരുന്നതും അവർ ഭക്ഷണത്തിനായി ചോദിക്കുന്നതും. ചോദിക്കുന്നു, ബച്ചോ പാസ് ആവോ ഉസ് ബൂഠേ ആദ്മീനെ കഹ, കുട്ടികളെ അടുത്തു വരൂ എന്ന് ആ വയസ്സായ മനുഷ്യൻ പറയുകയാണ്. ആജ് രാത് ഹമാരെ സാത്ത് രഹോ, ഹമാരെ ബच्चे അഗർ ഹമാരെ പാസ് ഹോത്തെ തോ ബിൽക്കുൽ തുമ്ഹാരെ ജൈസെ സുന്ദർ ഹോത്തെ, कहते कहते उसके आंसू आ गए. അപ്പോ ആ വയസ്സായ മനുഷ്യൻ പറയുകയാണ്, ഇന്ന് രാത്രി ഞങ്ങളുടെ ഒപ്പം കഴിയും, ഞങ്ങളുടെ കുട്ടികളും ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ തന്നെ സൗന്ദര്യമുള്ളവരായിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരികയാണ്. ബച്ചോൻ സെ നഹി രഹ ഗയ, കുട്ടികൾക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉന്നോനെ അപ്നെ പിതാ ഓർ മാ കോ ഗലെ ലഗാലിയ, ഇത് കേട്ടപ്പോൾ തന്നെ അവർ തന്റെ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു. ഓർ റോത്തെ ഹുയെ കഹ, എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹം ഹി ആപ്കെ ബച്ചേ ഹെ, ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ. ഹം വാപ്പസ് ലോട്ടായേ, ഞങ്ങൾ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. ഹം സനോബർ കെ പേട് സെ ഹി അപ്നെ ഘർ കോ പഹചാൻ ഗയേ ഹെ, ഞങ്ങൾ ഈ പൈൻ വൃക്ഷത്തിനെ അടയാളമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വീട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഖുഷി കെ മാരെ മാതാപിതാ കി ആംഖോം ഛലക്പടി, സന്തോഷം കൊണ്ട് അവരുടെ അച്ഛനും അമ്മയ്ക്കും എന്താണ് ചെയ്യേണ്ടെന്ന് അറിയാത്ത ഒരവസ്ഥയായിരുന്നു. ഉന്നോനെ ദോനോ കെ ഗാലോം കോ ചുമ, അവർ രണ്ട് കുഞ്ഞുങ്ങളുടെയും കവിളുകളിൽ ചുംബിച്ചു. മാനെ കഹ മുझे പതാ താ കി ആജ് കോയി അച്ചി ബാത് ഹോനെ വാലി ഹെ, അമ്മ പറയുന്നുണ്ട്, എനിക്ക് അറിയാമായിരുന്നു ഇന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുമെന്ന് എനിക്ക് തീർച്ചയായും അറിയാമായിരുന്നു. ആജ് സുബഹ് സുബഹ് ഹമാരെ പേട് കി ശാഖോ മേ ദോ പക്ഷി ബഹുത് മിഠാസ് കെ സാത്ത് ഗാ രഹി തി, ഇന്ന് രാവിലെ രണ്ട് പക്ഷികൾ ഞങ്ങളുടെ ഈ മരത്തിന്റെ ശാഖകളിൽ ഇരുന്ന് വളരെ മധുരതരമായി പാടുന്നുണ്ടായിരുന്നു. ബായിനെ കഹ ഹാ ആജ് താരാ ബി
तारा भी पत्तियों के बीच पहले से कहीं ज्यादा ചമക് രഹാത്ത. ഇന്ന് നക്ഷത്രവും വളരെ ഇലകളുടെ ഇടയിലൂടെ വളരെ നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. അബ് ഹമേം അപ്ന ഘർ മിൽ ഗയ. ഇതാ ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് കിട്ടി. ഹമാരി ഭടുക്കൻ ഖത്തം ഹോ ഗയി ഹെ. ഞങ്ങളുടെ ഈ ഒരു അലച്ചിൽ ഇതാ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ദെൻ താങ്ക് യു.